ഇവിടെ 2 കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ചെത്തി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ മത്തങ്ങ ഞാൻ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിരക്ക വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും കീറിയിട്ട്, വലിയ പച്ചമുളകായതുകൊണ്ട് ഒന്നേ എടുത്തുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകമാണ് ഇടുന്നത്. ചതച്ച ജീരകമാണ് ഇട്ടിരിക്കുന്നത്. അരയ്ക്കുന്ന കൂട്ടത്തിൽ ചതയ്ക്കാത്ത ജീരകം വേണമെങ്കിൽ ഇടാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇത് അരച്ചുകൊണ്ട് വരാം. ഞാൻ ഇവിടെ 1 കപ്പ് ചെറുപയർ വേവിച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മത്തങ്ങ ഇവിടെ വെന്ത് കിടപ്പുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയർ. ഇപ്പോൾ ചെറുപയറും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് വേവിക്കാം. ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. തീ കുറച്ച ശേഷമാണ് അടുപ്പിൽ നിന്ന് മാറ്റുന്നത്. ഇനി കടുക് വറുക്കാനായി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് നല്ലതുകൊണ്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി ഈ കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മത്തങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പരിപ്പ് സാധനം എന്ന് വേണമെങ്കിലും പറയാം.